തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 4 പേരുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഈ അപകടത്തിൽ ലഭിച്ച ശരീരഭാഗങ്ങളെല്ലാം DNA പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ശരീരഭാഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും 4 പേരുടെ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ 4 പേർ ചികിത്സയിൽ തുടരുകയാണ്. 2 പേർ തൃശൂർ മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ 2 പേർ എലൈറ്റ് ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. DNA പരിശോധനാ ഫലം, പോലീസ് റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ സമ്മതത്തോടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഒരു യോഗം നടന്നിരുന്നു. അത് കൃത്യം ഈ ബന്ധുക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു അത്. അതിൽ ഈ ബന്ധുക്കളെ ഈ അപകടത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണം ഈ ബന്ധുക്കൾക്ക് നൽകി. എന്തായാലും പുത്തൂർക്കര സ്വദേശി അഭിജിത്ത് 27 വയസ്സ്, അതോടൊപ്പം തന്നെ തൃശൂർ മനക്കുടി സ്വദേശി വിഷ്ണു വിനോദ് 35 വയസ്സ്, തൃശൂർ കോട്ടപ്പുറം ദേശം സ്വദേശി ഗിരീഷ്, അതോടൊപ്പം തന്നെ ചേരാത്ത് സ്വദേശി, അതായത് തൃശൂർ തെക്കുംകര ദേശം ചേരാത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ സുരേഷ് 50 വയസ്സ് എന്നിങ്ങനെ 4 പേരുടെ ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതെന്തായാലും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ ശരീരഭാഗങ്ങൾ ഉടനെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സാരംഗ്, അതുപോലെ തന്നെ ചികിത്സയിലിരുന്ന 2 പേരുടെ മരണം കൂടി നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ചികിത്സയിൽ ഇരിക്കുകയായിരുന്ന 2 പേരുടെ മരണം നിലവിൽ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എടപ്പാൾ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഏതാണ്ട് 60% പൊള്ളലേറ്റിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ചികിത്സയിലായിരുന്ന രാകേഷ് മരണപ്പെടുന്നത്. ആ യുവാവിനും ഇത്തരത്തിൽ 40% പൊള്ളലേറ്റിരുന്നു. 2 പേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 2 പേരുടെയും മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 4 പേരുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.